നമുക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ വയനാട് നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വരണാധികാരിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നു. CPIM നേതാവ് ശശീന്ദ്രൻ, ഒപ്പം തന്നെ കൽപ്പറ്റ മുൻ MLA കൂടിയായ ശശീന്ദ്രൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതാക്കൾ കൂടി ആനി രാജയ്ക്കൊപ്പമുണ്ട്. ആനി രാജ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സന്തോഷ് കുമാർ CPIയുടെ രാജ്യസഭാംഗവും അവരോടൊപ്പമുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കൽപ്പറ്റയിൽ ആരംഭിക്കാനിരിക്കുന്നതാണ്. മറുഭാഗത്ത് ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുകയാണ് ആനി രാജ. വയനാട് ലോക്സഭാ മണ്ഡലം താരനിബിഡമാണ്. രാഹുൽ ഗാന്ധിയും ആനി രാജയ്ക്കുമൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. K സുരേന്ദ്രൻ്റെ വരവോടുകൂടി ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80,000-ലധികം വോട്ട് മാത്രം ലഭിച്ചിട്ടുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് K സുരേന്ദ്രനെ മണ്ഡലത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. ആനി രാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികയുടെ പ്രാഥമിക പരിശോധന ജില്ലാ കലക്ടർ പൂർത്തിയാക്കുകയാണ്. മറുഭാഗത്ത് നമുക്ക് കാണാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കൽപ്പറ്റയിൽ റോഡ് ഷോ ആരംഭിക്കും. ആവേശകരമായ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആവേശകരമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് വയനാടിൻ്റെ പകുതിയിലേറെ ഭാഗവും. മലപ്പുറം ജില്ലയിൽ നിന്നടക്കമുള്ള ലീഗ് പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതിനായി പ്ലക്കാർഡുകളും ബലൂണുകളുമായി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തും. റോഡ് ഷോയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ജില്ലാ വരണാധികാരിയുടെ മുമ്പിലെത്തുക. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു.